ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളും മറ്റു ചിത്രങ്ങളുടെ അപ്ഡേഷനുമാണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ. വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക. നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി അറിയിക്കാൻ പോകുന്നത് ഗിരീഷ് ഏഴിയുടെ സംവിധാനത്തിൽ നെസ്ലിൻ നായകനെത്തിയ ചിത്രമായിരുന്നു അയാം കാതലൻ. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം ക്രിസ്മസ് സ്പെഷ്യലായി നമുക്ക് മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ആസ്വദിക്കാം. എന്തായാലും ചിത്രത്തിൻ്റെ OTT റിലീസിനായി നമുക്ക് കാത്തിരിക്കാം. ബിജു മേനോൻ നായകനെത്തിയ ചിത്രമായിരുന്നു കഥ. ഇന്നുവരെ ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം, ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. കഥ ഇന്നുവരെ എന്ന ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 13-ാം തീയതി മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. ജോജു, സാഗർ, ജുനൈസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ എത്തിയ ചിത്രമായിരുന്നു പണി. ചിത്രം മികച്ചൊരു വിജയമായിരുന്നു. ഏവരുമേറെ ആകാംക്ഷയോടെയായിരുന്നു പണി എന്ന ചിത്രത്തിൻ്റെ OTT റിലീസിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളൊക്കെ സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. പണി എന്ന ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 20-ാം തീയതി ക്രിസ്മസ് സ്പെഷ്യലായി നമുക്ക് സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും പണി എന്ന ചിത്രത്തിൻ്റെ OTT റിലീസിനായി നമുക്ക് കാത്തിരിക്കാം. അർജുൻ അശോകൻ, ബാലു വർഗീസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു പല്ലൂട്ടി 90 കിഡ്സ്. ചിത്രത്തിന് അത്യാവശ്യം മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഈ വരുന്ന ഡിസംബർ 18-ാം തീയതി മുതൽ നമുക്ക് മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. മുരളി ഗോപി, ഇന്ദ്രൻസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു കനകരാജ്യം. ചിത്രം ഇപ്പോൾ മുതൽ നമുക്ക് മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെയും അതോടുകൂടി തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെയും കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഫഹദ്, ചാക്കോച്ചൻ, ജ്യോതിർമയ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി അമൽ നീരദിൻ്റെ സംവിധാനത്തിൽ പുറത്തുവന്ന ചിത്രമായിരുന്നു ബോഗിൻവില്ല. ചിത്രം മികച്ചൊരു വിജയമല്ല, ഒരു ആവറേജ് വിജയമായിരുന്നു. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 13-ാം തീയതി മുതൽ സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രങ്ങളുടെ OTT റിലീസിനായി നമുക്ക് കാത്തിരിക്കാം. ബൈ.